ഈ ഒക്ടോബർ 30 മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി. എൻ്റെ വിഷയം എന്നെ അവിടെ നിന്ന് മാറ്റുന്നതോ മാറ്റാതിരിക്കുന്നതോ ഇല്ല, ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതുമാണ്. ഒരു പിന്നെ സ്ഥിരം ചെയർമാൻ അവിടെ അതാരോ ആയിക്കോട്ടെ വെക്കണം. ഇത് മാറ്റി എന്നുള്ളതല്ല വിഷയം, ഈ സ്ഥാനമാനങ്ങൾ പോയി എന്നുള്ളതല്ല വിഷയം. ഒരു സ്ഥാപനത്തിലെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ തന്നെ മാറ്റിയ വിവരം, ചുമതലയിൽ നിന്നും മാറ്റിയ വിവരം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്ന ആ ചെയർമാൻ്റെ ഗതികേടുണ്ടല്ലോ, അതാണ് എൻ്റെ വിഷയം. ആ ഗതികേട് അത് എൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവ് തന്നെയാണ്. സമിതി ചെങ്ങന്നൂരാദി പുരസ്കാരം പോലും എൻ്റെ പ്രവർത്തന മികവിനെയൊക്കെ മാനിച്ച് എനിക്ക് നൽകിയതാണ്. പല വേദികളിലും അദ്ദേഹം എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു വസ്തുത. ഇവിടെ ഈ കൊച്ചിയിൽ നടക്കുന്ന ഡിസംബർ 20 മുതൽ നടന്ന ആ സാംസ്കാരിക സംഗമം, കൾച്ചറൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ആലോചനായോഗം, അതിൻ്റെ ആദ്യത്തെ ആലോചനായോഗം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടുന്നു. സഖാവ് MA ബേബിയും അതുപോലെ സഖാവ് ഈ സജി ചെറിയാൻ മിനിസ്റ്റർ ഉൾപ്പെടെ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ ചെയർമാന്മാരും സെക്രട്ടറിമാരും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഏതാണ്ട് ഒരു 10-30ഓളം പേരുള്ള ഒരു പ്രഭാത ഭക്ഷണവും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ വളരെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ ഇത്രയും കാശ് മുടക്കി, ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി ഒരു സാംസ്കാരിക സംഗമം കൊച്ചിയിൽ നടക്കുമ്പോൾ, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പറയുമ്പോൾ, സഹജീവികളെക്കുറിച്ച് വളരെ കരുതലോടുകൂടി പറയുമ്പോൾ, അങ്ങനെ ഒരു വേദിയിൽ, അങ്ങനെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നതിന് ഒരു ആലോചന യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് വലിയൊരു ആശയമാണ് നമ്മൾ ലോകത്തോട് മുമ്പ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കുറേ സ്ത്രീകൾ, അവരുടെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ കുറേ സ്ത്രീകളാണ് ആശാവർക്കർമാർ. അവർ ഇങ്ങനെ സമരം നടത്തുന്നു, തലമുട്ടയിടിച്ചും മുട്ടിലിഴഞ്ഞും നിരാഹാരം നടത്തിയും അവരുടെ സമരം ഇങ്ങനെ അനിശ്ചിതമായി തുടരുമ്പോൾ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറിയായി വരുമ്പോൾ അതിനെ ഒന്ന് പരിഹരിക്കാൻ ഇടപെടണം എന്ന് സഖാവ് MA സഖാവിനോടാണ് ഇത് പറയുന്നത്. അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും കേട്ടതാണ്. എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ, പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മന്ത്രി പറയുന്നത് കേട്ടു, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറയുകയുണ്ട്. അതിന് അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും കേട്ട ഒരു കാര്യം എങ്ങനെയാണ്, അടുത്ത ദിവസം എൻ്റെ അഭ്യുദയകാംക്ഷികളിൽ ആരോ ആണ് അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസമുള്ള മാധ്യമങ്ങളിൽ, മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അത് അച്ചടിച്ചു വന്നു. ഈ സാംസ്കാരിക സംഗമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രേംകുമാർ ഇങ്ങനെ ഈ ഒരു അഭിപ്രായം, ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ നിങ്ങൾ ഫയലിലുള്ളതല്ലേ, അന്ന് മാസങ്ങൾക്ക് മുമ്പ് അതെടുത്ത് പരിശോധിക്കൂ. അവിടെ ഈ അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് വന്നു. ഒരു 3-4 ദിവസത്തിനകത്ത് വീണ്ടും വാർത്ത വരുന്നു, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ പുതിയ ചെയർമാൻ വരുന്നു. ഒരു 4-5 പേരുടെ സാധ്യതാ പട്ടിക ഉൾപ്പെടെയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പുതുതായി നിയമിക്കപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെ മറ്റു 4 പേരുടെയും പേര് വെച്ചിട്ടാണ് പല മാധ്യമങ്ങളിലും ആ വാർത്ത വന്നത്. ഇതിങ്ങനെ തുടരെ വാർത്തകൾ വന്നപ്പോൾ ഒരു സ്ഥാപനത്തിലെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ ആ സ്ഥാപനത്തിൽ കൃത്യമായി എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാനോ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ കഴിയാത്ത ഒരു അനിശ്ചിതത്വം വന്നു. അതാണ് പ്രശ്നം. അവിടുത്തെ ജീവനക്കാർ പോലും അവരുടെ ഒരു സമീപനത്തിൽ മാറ്റം വന്നു. ഇയാൾ നാളെ മാറാൻ പോകുന്ന ആളാണ്, മാറ്റാൻ പോകുന്ന ആളാണ്, ഇയാളെ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കണ്ട എന്നൊരു മനോഭാവം ജീവനക്കാരിൽ രൂപപ്പെട്ടു. ഇങ്ങനെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ഞാൻ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു മാറ്റം, ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ് ചലച്ചിത്ര അക്കാദമി, അവിടെ ഒരു പുതിയ ചെയർമാനെ നിങ്ങൾ വയ്ക്കൂ. എനിക്കൊരു താൽക്കാലിക ചുമതലയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു താൽക്കാലിക ചുമതലയുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നിയമിപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ ആ ചെയർമാൻ്റെ മുറിയുടെ പുറത്ത് ചെയർമാൻ ഇൻചാർജ് എന്ന ഒരു ബോർഡ് വെച്ചിട്ടാണ്, ആ മുറിക്കകത്തും ചെയർമാൻ ഇൻചാർജ് എന്നൊരു ബോർഡ് വെച്ചിട്ടാണ് എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് മറ്റൊരു എപ്പിസോഡാണ്, അത് ഞാൻ പറയാം. എന്തായിരുന്നാലും ശരി, ഇവിടെ ഒരു ചെയർമാൻ വേണം. അത് A or B ആരോ നിങ്ങൾ വയ്ക്കുക, പക്ഷെ അതൊരു വ്യക്തത വരണം. ഒരു വ്യക്തതയില്ലാതെ ഈ രീതിയിൽ ഒരു അനിശ്ചിതത്വത്തിൽ എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് നിങ്ങളൊരു വ്യക്തത വരുത്തൂ. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിലും പറഞ്ഞു, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു, ഇത് പത്രങ്ങളിൽ വരുന്ന വ്യാജ വാർത്തയാണ്, ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അങ്ങനെ ഒരു തീരുമാനവുമില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. ഇവരിതങ്ങനെ പറയുകയാണ്. വീണ്ടും ഇടയ്ക്ക് ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇത് നിങ്ങൾ
ഇങ്ങനെ വാർത്ത തുടരുകയാണ്. ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ചെയർമാനെ നിങ്ങൾ വയ്ക്കൂ, അത് സ്ഥിരമായിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായിട്ട് ഈ ഒരു താൽക്കാലിക ചുമതല എന്നെ ഇങ്ങനെ ഇരുത്തിയിരിക്കുക, നിങ്ങളത് വയ്ക്കൂ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുകയും അപ്പോഴെല്ലാം അവർ പറയുന്നത് ഇല്ല, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, ആലോചനയേ ഇല്ല, ഇത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. പുതിയ ചില ചുമതലകൾ എന്നെ ഏൽപ്പിക്കുന്നു. സിനിമാ കോൺക്ലേവ്, ചലച്ചിത്ര നയ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, 30ാമത് IFFKയുടെ സംഘാടന ചുമതല, ഇതിനിടയിൽ സംസ്ഥാന ഫിലിം അവാർഡിൻ്റെ ജൂറി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഒക്കെ നടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് നവംബർ 1 എന്ന ഡേറ്റിനാണ് ഇവർ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ നവംബർ 1 എന്നുള്ള ഡേറ്റ് അവർ പിന്നീട് മാറ്റി നവംബർ 3-ാം തീയതിയാക്കി അത് തൃശ്ശൂരിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ഒക്ടോബർ 30-ഓടുകൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി. എൻ്റെ വിഷയം എന്നെ അവിടെ നിന്ന് മാറ്റുന്നതോ മാറ്റാതിരിക്കുന്നതോ ഇല്ല, ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതുമാണ്. ഒരു സ്ഥിരം ചെയർമാൻ അവിടെ അതാരോ ആയിക്കോട്ടെ വെക്കണം. ഇത് മാറ്റി എന്നുള്ളതല്ല വിഷയം, ഈ സ്ഥാനമാനങ്ങൾ പോയി എന്നുള്ളതല്ല വിഷയം. ഒരു സ്ഥാപനത്തിലെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ തന്നെ മാറ്റിയ വിവരം, ചുമതലയിൽ നിന്നും മാറ്റിയ വിവരം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്ന ആ ചെയർമാൻ്റെ ഗതികേടുണ്ടല്ലോ, അതാണ് എൻ്റെ വിഷയം. ആ ഗതികേട് അത് എൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവ് തന്നെയാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷേ ഞാനൊരു 5-6 മാസം ഒന്നും മിണ്ടിയില്ലല്ലോ. മാധ്യമങ്ങളൊക്കെ എത്രയോ എന്നോട് ഇൻ്റർവ്യൂവിനുമൊക്കെ ചോദിച്ചാൽ ഞാൻ ആരോടും ഒന്നും ഒരക്ഷരവും മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് സച്ചിദാനന്ദൻ മാഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധിയൊക്കെ എന്നോ കഴിച്ചിട്ടും വീണ്ടും കാലാവധി കൂട്ടിക്കൊടുക്കുന്നു. അതൊരു അനീതിയല്ലേ? നിങ്ങളൊരു ആശാസമരം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ന്യായമായ പൊതുസമൂഹം മുഴുവൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങളെ പുറത്താക്കി എന്ന് മാധ്യമക്കാർ ചോദിച്ചപ്പോഴാണ്, അതിനകത്തൊരു ഇരട്ട നീതിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.